ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഫണ്ട് വളരെയധികം നിർബന്ധമാണ്. ബിസിനസ്സിനെ അപേക്ഷിച്ചോളം ഫണ്ട് ബിസിനസ്സിന്റെ ഇന്ധനമാണ്. ഫണ്ട് ഇല്ലെങ്കിൽ ബിസിനസ് അവിടെ സ്റ്റക്കായി നിൽക്കും. എന്നാൽ ഫണ്ട് ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയ അല്ലെങ്കിൽ സക്സസ് ആയ ധാരാളം സ്റ്റോറികൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ അവരുടെ ആത്മവിശ്വാസവും ബുദ്ധിപരമായിട്ട് അവർ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഫണ്ട് ഇല്ലെങ്കിൽ പോലും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ അത് മികച്ച വളർച്ചയിലേക്ക് എത്തിക്കാനും ഒരു സക്സസ് ബിൽഡ് ചെയ്തെടുക്കാനും സാധിച്ചത്. അപ്പോൾ ഫണ്ട് ഇല്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചില തന്ത്രങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നമുക്ക് ധാരാളം എക്സാമ്പിൾസുകൾ നമുക്ക് കാണുന്നുണ്ട് ഫണ്ട് ഇല്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ആയവരുടെ. ഞാനൊരു ഉദാഹരണത്തിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹം ഒരിക്കലും ഒരു ഇരയുടെ പുറകെ ഓടുന്നത് നമ്മൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഇര എപ്പോഴാണോ സിംഹത്തിന് ആവശ്യമുള്ളത് ആ സമയത്ത് സിംഹം ഒരു അലറും. സ്വാഭാവികമായും ആ ഇര സിംഹത്തിന്റെ വായിലേക്ക് ഓടിക്കേറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം. ആവശ്യമുള്ള സമയത്ത് ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങളും തന്ത്രങ്ങളും എടുക്കുന്നതിലൂടെയാണ് ഫണ്ട് ആ സംരംഭകന്റെ കയ്യിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ട് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ മിനിമൽ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് റെഡ് ബസിന്റെ കാര്യം എടുക്കാം. ബസ് ഓണേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുവഴി ധാരാളം ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. കമ്മീഷൻ ആർക്ക് കിട്ടുന്നു? റെഡ് ബസ്സിന് കിട്ടുന്നു. ഫേസ്ബുക്ക് അവരെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു പ്ലാറ്റ്ഫോമാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. കണ്ടന്റ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളെ പോലെയുള്ളവർ. അത് കാണുന്നത് ആരാ? നമ്മളെ പോലെയുള്ളവർ. ഫേസ്ബുക്കിന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? അത് അഡ്വർടൈസിങ് മുഖേന. ആപ്പിളിനെ എടുക്കാം. അവർ ഡിസൈനിങ്ങും മറ്റൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? അമേരിക്കയിൽ നിന്ന്. എന്നാൽ ആ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ ആയിട്ട്. ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വഴി അവരുടെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ അവർക്ക് സാധിച്ചത് ഈ എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അതായത് ബുദ്ധിപരമായിട്ട് ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും സാധിക്കണം. ഇനി പല എക്സാമ്പിൾസുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ റെഡ് ബസിന്റെ ബിഗിനിങ് സ്റ്റേജിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഫണ്ടും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് 1,00,000 രൂപയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ സാലറി എങ്കിൽ ഫൗണ്ടർ ഹയറിംഗ് നടത്തുന്ന സമയത്ത് 2,00,000 രൂപ സാലറി തരാം. പക്ഷെ 6 മാസം തൊട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സാലറിയും തരില്ല. കാരണം ബിസിനസ്സിൽ ഫണ്ടില്ല, അതുകൊണ്ട് സാലറി തരില്ല. പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് പണിയെടുക്കാം. പക്ഷെ 6 മാസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. 6 മാസം ഒരു സാലറി ഇല്ല. അങ്ങനെ ഒരു പറ്റം ആൾക്കാർ വന്ന് പണിയെടുക്കാൻ തയ്യാറായി. ഫൗണ്ടർ ഫണ്ട് തേടാൻ വേണ്ടി അലഞ്ഞു. ഫണ്ട് കിട്ടി. അവസാനം അവർ പറഞ്ഞ ആ എമൗണ്ട് ഇപ്പൊ 2,00,000 രൂപയാണെങ്കിൽ 2,00,000 രൂപ ഓരോ മാസവും അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അതായത് ഡബിൾ. ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബിസിനസിന്റെ ഷെയർ നിശ്ചിത പെർസെൻറ്റേജ് നമ്മുടെ എംപ്ലോയീസിന് വേണ്ടി കൊടുക്കാം. അങ്ങനെ വരാൻ താല്പര്യമുള്ള റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുകയും ചെയ്യാം. ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ നമുക്ക് ഒരു ഉത്സാഹമായിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റിൽ എംപ്ലോയ്മെന്റ്, സാലറി കൊടുക്കാതെ എംപ്ലോയ്മെന്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. മറ്റൊരു എക്സാമ്പിളാണ് നമുക്ക് ആമസോണിനെ എടുക്കാം. ബിഗിനിങ് സ്റ്റേജിൽ അവർ ബുക്ക് ആയിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബുക്ക് അവർ റീറ്റെയിൽസിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അവർ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താൽ മാത്രമായിരിക്കും കസ്റ്റമർ ഓർഡർ ചെയ്ത ബുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ ആമസോണിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജെഫ് ബസോസ് ചെയ്തൊരു ഐഡിയ ഉണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ബയോളജിക്കലിയുള്ള ബുക്കുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. കസ്റ്റമർ അവിടുന്ന് ഏതെങ്കിലും ഒരു ബുക്ക് ഓർഡർ ചെയ്യുന്നു. അതായത് മിനിമം ക്വാണ്ടിറ്റി 9 എങ്കിൽ, അതായത് മാർക്കറ്റിൽ കിട്ടാത്ത ബുക്കുകൾക്ക് കൂടെ ഓർഡർ കൊടുക്കുന്നു. പ്ലസ് അതോടൊപ്പം തന്നെ പുള്ളിയുടെ ബുക്കും അല്ലെങ്കിൽ കസ്റ്റമർ ഓർഡർ ചെയ്ത ബുക്കിനും കൂടെ ഓർഡർ കൊടുക്കുന്നു. എങ്ങനെ വർക്ക് ചെയ്തു? മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ബുക്ക്, അതിൽ കസ്റ്റമർ ഓർഡർ ചെയ്ത ബുക്ക് കിട്ടും. ബയോളജിക്കലി കിട്ടാത്ത ബുക്കുകൾ ആ ഓർഡറുകൾ കംപ്ലീറ്റ് റിജക്റ്റ് ആവും. കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ളത് കൊണ്ട്. ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കുന്നത് വഴി പല ബ്രാൻഡുകൾ എടുത്തു നോക്ക്. ഇപ്പോൾ മാമാത്തിനൊക്കെ എടുത്തു നോക്ക്.
അവർ ഒരിക്കലും തങ്ങളുടെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കേണ്ട പ്ലാന്റ് അവരൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. അവരെന്താ ചെയ്യുന്നത്? പ്രൈവറ്റ് ലേബലും വൈറ്റ് ലേബലും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് വളരെ വലിയൊരു ഫാക്ടറി ഇടണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ വരുന്നത്. അതിൽ നിന്ന് റിട്ടേൺ എടുക്കണമെങ്കിൽ തന്നെ 4-5 വർഷം കഴിയും. എന്നാൽ മാത്രമായിരിക്കും അതിൽ നിന്ന് റിട്ടേൺ തന്നെ എടുക്കാൻ സാധിക്കുന്നത്. അതുവഴി നഷ്ടത്തിൽ നമ്മൾ ഓടേണ്ടി വരും. എന്നാൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മറ്റൊരു മാനുഫാക്ചറുടെ കയ്യിൽ കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത്രയധികം കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ എമൗണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിലും സെയിൽസിലേക്കും നമുക്ക് പമ്പ് ചെയ്ത് സെയിൽസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സീറോ കോസ്റ്റിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണോ? അതിനും ഓപ്ഷൻ ഉണ്ട്. കോണ്ടന്റ് മാർക്കറ്റിംഗ് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതോടെ മാർക്കറ്റ് വിസിബിൾ ആയി നിൽക്കുകയും അതുവഴി സെയിൽസ് നമുക്ക് പമ്പ് ചെയ്ത് കയറ്റാനും സാധിക്കും. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഓഡിയൻസിനെയും ലീഡുകളെയും നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കരുത്. മറിച്ച് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വഴിയാണ് സീറോ കോസ്റ്റിലാണെങ്കിൽ കൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ തന്നെ ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ വളർത്താൻ സാധിക്കുന്നത്. ഇങ്ങനെ ധാരാളം ബിസിനസ് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ബ്ലോഗിംഗ്, ഹൗസ് കീപ്പിംഗ്, മാൻ പവർ തുടങ്ങിയ ധാരാളം ഓപ്ഷൻസുകൾ, കൺസൾട്ടൻസി, ഇങ്ങനെ ധാരാളം ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സീറോ കോസ്റ്റിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ വലിയ ബിസിനസ്സുകളൊക്കെ ആകുമ്പോൾ ബുദ്ധിപരമായിട്ടും തീരുമാനങ്ങളും തന്ത്രങ്ങളും നടപ്പിലാക്കുന്നത് വഴി നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് വളർത്താൻ സാധിക്കും. വളരുന്നു എന്ന് കാണുമ്പോൾ ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ അടുത്തോട്ട് വരികയും അതുവഴി ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ വീഡിയോ വളരെ ദൂരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.